നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം വേർഡിന്റെയും എക്സലിന്റെയും ഒക്കെ റിവിഷൻ ചെയ്തിരുന്നു. ഇനി LDCക്കാരെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒപ്പം കണക്റ്റഡ് ഫാക്ട്സും കേട്ടോ. അപ്പൊ 60 ക്വസ്റ്റ്യൻസ് മിനിമം നമ്മൾ ഡിസ്കസ് ചെയ്യും. സമയം ഉണ്ടെങ്കിൽ അതിലും അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ നമുക്കിത് പഠിക്കാം. ഓക്കെ, യെസ്, എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ 60 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട്, 60-ൽ എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പറിലും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഓരോ 10 കഴിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, 60 ചോദ്യങ്ങളിൽ എത്ര എണ്ണം കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം കേട്ടോ. സ്വയം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്, ചോദ്യങ്ങളിലേക്ക് പോകുന്നു. എക്സാം ഫോക്കസ്ഡ് ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ഇല്ല. എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും ആണ് നമ്മൾ നടത്തുന്നത്. യെസ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദ ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ വാസ് കോൾഡ് ഡാഷ്. യൂണിവാക് 1, ഫ്ലോമാറ്റിക്, ENIAC, ഇന്റൽ. ഏതാണ് ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? യെസ്, ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ വാസ് കോൾഡ് ഡാഷ്. ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ, ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ENIAC ആണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ENIAC ആണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ആഹാ, ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ എല്ലാവരും യൂണിവാക്കിലേക്കാണോ പോയേ? ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ, ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ENIAC ആണ് ആൻസർ. യൂണിവാക് എന്താണ്? ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ. കൊമേഴ്ഷ്യൽ, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യൂണിവാക് 1 ആണ്. PSCയുടെ പഴയ ഒരു ചോദ്യ പേപ്പറിലെ ആൻസർ. എന്നാൽ ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ബൈ IBM. അവിടെ IBM എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. IBMന്റെ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ ആണെന്നോ അല്ലെങ്കിൽ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ ആണെന്നോ നമുക്ക് അനുമാനിക്കാം. IBM 701 ആണ്. ഇതിലെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു കൺഫ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വന്നേക്കാം. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് യൂണിവാക് 1 എന്ന് പറയുന്നത് ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ആണ്. പക്ഷെ അത് കൊമേഴ്ഷ്യലി വേണ്ട രീതിയിൽ സക്സസ് ആയിട്ടില്ല. എന്നാൽ IBM 701 എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനിയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ IBM 701 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ബൈ IBM 701 ആണെന്നുള്ളത് കേട്ടോ. ഇനി ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ENIAC ആണ് എന്ന ഉത്തരത്തിലേക്കും നമുക്ക് എത്താം. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കും. നെക്സ്റ്റ്, രണ്ടാമത്തെ ചോദ്യം. യെസ്, വായിച്ചു നോക്കിയേ. വയർലെസ് മൗസ് വർക്ക്സ് ഓൺ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ, ഗാമ റേസ് ആൻഡ് മൈക്രോവേവ്സ്. ഏതാണ് വയർലെസ് മൗസ് വർക്ക് ചെയ്യുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വയർലെസ് മൗസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്പെറന്റ് സർഫസിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അല്ലെ. അവിടെ എന്ത് വേണം, ഒപ്പാക്ക് ആവണം, ഒബ്സ്റ്റക്കിൾസ് വേണം. ഓക്കെ, യെസ്. അൾട്രാവയലറ്റ് ആണോ യൂസ് ചെയ്യുക? അല്ല, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. പഴയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. കാരണം ഒരു പ്രതലത്തിൽ തട്ടി, ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി അവിടെ എന്ത് ചെയ്യണം, നിൽക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ മൗസ് പോയിന്ററിന്റെ മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, അത് മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇമ്പാക്ട് പ്രിന്റർ? നമുക്കറിയാം പ്രിന്റേഴ്സിന് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. അതായത് ഒരു പേപ്പറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന പ്രിന്റേഴ്സ് ആണ് ഇമ്പാക്ട് പ്രിന്റർ അല്ലെ. പണ്ടത്തൊക്കെ പേപ്പേഴ്സിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അടയാളം നമുക്ക് കാണാം, മാർക്കിങ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. അത് പേപ്പറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന പ്രിന്റേഴ്സ് ആണ് ഇമ്പാക്ട്. ഓക്കെ, ഇപ്പോഴത്തെ പ്രിന്റേഴ്സ് നോൺ ഇമ്പാക്ട് ആണ്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇമ്പാക്ട് പ്രിന്റർ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ക് ജെറ്റ്, ഡോട്ട് മെട്രിക്സ്, ലേസർ, തെർമൽ. ഏതാണ് ഇതിൽ ഇമ്പാക്ട് പ്രിന്റർ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക? യെസ്, ഇമ്പാക്ട് പ്രിന്റർ
ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നതും ഡെയ്സി വീൽ അല്ലെ, ഡെയ്സി വീൽ, ഡോട്ട് മെട്രിക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇമ്പാക്ട് പ്രിന്റർ ആണ്. നോൺ ഇമ്പാക്ട് പേപ്പറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരാത്തതാണ് ഇങ്ക് ജെറ്റും ലേസറും തെർമലും ഒക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്പാക്റ്റിൽ വരുന്നതാണ് ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലും. നോൺ ഇമ്പാക്റ്റിലാണ് ഏതൊക്കെ വരുന്നത്? ഇങ്ക് ജെറ്റ്, ലേസർ, തെർമല് ഇതൊക്കെ വരുന്നത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ്. നമ്മൾ മറ്റൊന്ന് പഠിച്ചിട്ടുണ്ട്, ഇങ്ക് ടാങ്ക് അല്ലെ, ഇങ്ക് ടാങ്ക്. ഇതിലൊക്കെ എത്ര നമ്പർ ഓഫ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. 2 കളർ ഇങ്ക് ആണോ, 4 കളർ ഇങ്ക് ആണോ, 6 കളർ ഇങ്ക് ആണോ, 8 കളർ ഇങ്ക് ആണോ? ഇങ്ക് ജെറ്റിലും ഇങ്ക് ടാങ്കിലും ഒക്കെ നമ്പർ ഓഫ് കളേഴ്സ്, യെസ്, 4 നിറങ്ങളാണ് യൂസ് ചെയ്യുക അല്ലെ. ഏതൊക്കെയാണ്? യെസ്, നമ്മുടെ സെക്കൻഡറി കളേഴ്സ് ആയിട്ടുള്ള സിയാൻ, മജന്ത, പിന്നെ ഏതാ, യെല്ലോ. യെസ്, സെക്കൻഡറി കളേഴ്സ് ആയി ഇതിനകത്ത് നിന്ന് പ്രൈമറി കളേഴ്സ് എടുത്തോളൂ. ഓക്കെ, പിന്നെ ബ്ലാക്കും കേട്ടോ, ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക്, യെല്ലോ, മജന്ത, സിയാൻ, അങ്ങനെ 4 നിറങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, എ ടച്ച് പാഡ് റെസ്പോൺസ് ടു ഡാഷ്. ടച്ച് പാഡ് നമ്മുടെ പിന്നെന്താണ് ലാപ്ടോപ്പിന്റെ ഒക്കെ ടച്ച് പാഡ് ഇല്ലേ, അത് ലൈറ്റിനനുസരിച്ചാണോ, ക്ലിക്കിനനുസരിച്ചാണോ, സെൻസ് ഓഫ് ഹീറ്റ് ഫ്രം ഫിംഗർ ടിപ്പ് ആണോ, അതോ പ്രഷർ ആണ്? യെസ്, ഏതാണ് ആൻസർ? യെസ്, ടച്ച് പാഡ് റെസ്പോൺസ് ടു ഡാഷ്. ഓക്കെ, ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കുന്നതാണ്. യെസ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പ്രഷർ ആണ് കേട്ടോ. അത് ഒരാളുടെ വിരൽ തന്നെ വേണമെന്നില്ല കേട്ടോ. യെസ്, ഹീറ്റ് ഓഫ് ദി സെൻസ് ഓഫ് ദി ഫിംഗർ ടിപ്പ് തന്നെ വേണമെന്നില്ല, ഒരു പ്രഷർ അവിടെ ചെലുത്തുമ്പോഴാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. പ്രഷർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. യെസ്, ഓക്കെ. ആറാമത്തെ, മൗസ് ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? സെറോക്സ് പാർക്ക് അല്ലെ. സെറോക്സ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ആണ് ആദ്യമായിട്ട് മൗസ് ഇൻവെന്റ് ചെയ്തത്. ആരാണ് മൗസ് ഇൻവെന്റ് ചെയ്തത്? ചാൾസ് ബാബേജ് ആണോ, ഡഗ്ലസ് ഇ ഗിൽബർട്ട് ആണോ, അലൻ ട്യൂറിംഗ് ആണോ, ജോൺ മെക്കാത്തി ആണോ? യെസ്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആള് ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആധുനിക കമ്പ്യൂട്ടറിന്റെ, മോഡേൺ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് കേട്ടോ. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, CS-ന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ്. ഇനി ഫാദർ ഓഫ് AI എന്നറിയപ്പെടുന്ന ആള് അല്ലെങ്കിൽ AI-യുടെ ടേം ഡിഫൈൻ ചെയ്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മെക്കാത്തി എന്ന് വേണം പഠിക്കാൻ. അപ്പൊ ഇതിലൊന്നും വരാത്ത ആളാണ് മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എ ഗിൽബർട്ട് ആണ് എന്ന് പഠിച്ചു വെക്കാം. സെറോക്സ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. യെസ്, അപ്പൊ അതും പഠിച്ചു വെക്കാം. ഏഴാമത്തെ ചോദ്യം, വിച്ച് മെമ്മറി ഈസ് വോളറ്റൈൽ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? വോളറ്റൈൽ എന്താണെന്ന് അറിയാം. യെസ്, ഡാറ്റ പെർസിസ്റ്റ് ചെയ്യുന്നത് ഓൺലി അറ്റ് ദ ടൈം ഓഫ് പവർ സപ്ലൈ അല്ലെ. കറണ്ട് ഉള്ളപ്പോൾ മാത്രം ഡാറ്റ പെർസിസ്റ്റ് ചെയ്യാണ് വോളറ്റൈൽ. അപ്പൊ ഇതിൽ റാം ആണോ, റോം ആണോ, ബോത്ത് A and B ആണോ, നൺ ഓഫ് ദീസ് ആണ്? യെസ്, കറണ്ട് പോയി കഴിഞ്ഞാൽ അതിലെ ഡാറ്റ ഇറേസ് ആയിട്ട് പോവും, ഓട്ടോമാറ്റിക്കലി ഇറേസ് ആയിട്ട് പോവും. ഏതാണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്, റാം ആണ് എന്ന പോയിന്റ് പഠിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, അറിയുന്നതാണ് അല്ലെ. എട്ടാമത്തെ ചോദ്യം, അടുത്തൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഡാഷ് ഈസ് എ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്. എട്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്. ഇത് PSC പണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഡാഷ് ഈസ് എ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്. എല്ലാരും റാമിലേക്ക് പോവും. യെസ്, എല്ലാരും റാമിലേക്ക് പോവും, പക്ഷെ ഉത്തരം റാം അല്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ ഏതാ പറ? വേറെ ഏതെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? പ്രൈമറി മെമ്മറി കേട്ടോ. പ്രൈമറി മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാം ആണ്. പക്ഷെ
സ്റ്റോറേജ്, CS കേസിൽ സ്റ്റോറേജ് എന്നുള്ളത് കൊണ്ട് തന്നെ മീൻ ചെയ്യുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് എന്നുള്ളതാണ്. ഓക്കെ, പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്, പ്രൈമറി മെമ്മറി റാം ആണ്, പക്ഷെ പ്രൈമറി സ്റ്റോറേജ്, പ്രൈമറി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ഹാർഡ് ഡിസ്ക് ആണ്. PSCയുടെ ഒരു മുൻവർഷ ചോദ്യമാണ്, പക്ഷെ എല്ലാവരും റാമിലേക്ക് പോകും കേട്ടോ. അപ്പൊ പ്രൈമറി മെമ്മറി റാം ആണ്, പ്രൈമറി സ്റ്റോറേജ് മെമ്മറി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, സ്റ്റോറേജ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതും ചെറിയൊരു വ്യത്യാസം. ഇത് നമ്മൾ ടെമ്പററി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് പെർമനന്റ് പർപ്പസിനാണ്. അപ്പൊ പെർമനന്റ് ആയിട്ട്, പ്രൈമറി ആയിട്ട് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന, പ്രൈമറി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹാർഡ് ഡിസ്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഹാർഡ് ഡിസ്ക്. ഓക്കെ, തെറ്റിപ്പോവും, സ്വാഭാവികം. ഇനി ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻടു ട്രാക്സ് വിച്ച് ആർ ഫെർദർ ഡിവൈഡഡ് ഇൻടു ഡാഷ്. നമുക്കറിയാം ഒരു ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിൽ എന്തുണ്ട്, നമ്മള് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്കുകൾ ഉണ്ട് അല്ലെ. അതിനെ വീണ്ടും നമുക്ക് ഐഡന്റിഫിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ട്രാക്കുകളെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതാണ് ഒരു ഹാർഡ് ഡിസ്കിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. അതാണ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, സെക്ടർ എന്ന് വിളിക്കുന്നു അല്ലെ. ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻടു ട്രാക്സ് വിച്ച് ആർ ഫർദർ ഡിവൈഡഡ് ഇൻടു ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ഡിവൈഡഡ് ഇൻടു സെക്ടേഴ്സ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. ഇനി ട്രാക്ക്, ഇതൊക്കെ ട്രാക്കുകളാണ്. ട്രാക്കുകളിലേക്ക് എത്തിച്ചേരാനുള്ള സമയത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, സീക്ക് ടൈം എന്ന് വിളിക്കുന്നു. ഇനി പെർട്ടിക്കുലർ സെക്ടറിലേക്ക് എത്തിച്ചേരാനുള്ള സമയത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു, ലേറ്റൻസി ടൈം എന്ന് വിളിക്കുന്നു അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. ലേറ്റൻസി ടൈം എന്ന് വിളിക്കുന്നു. ട്രാക്കിലേക്ക് എത്തിച്ചേരാനുള്ള സമയം സീക്ക് ടൈം ആണ്, സെക്ടറിലേക്ക് എത്തിച്ചേരാനുള്ള സമയം എന്ന് പറയുന്നത് ലേറ്റൻസി ടൈം ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോ നമ്മള് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഒന്ന് നോക്കിയേ. 10 എണ്ണമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? യെസ്, നമ്മൾ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ മൗസ് ഇംപ്ലിമെന്റ് ചെയ്തത് ആര് എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. പിന്നെ യെസ്, വയർലെസ് മൗസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. ഇമ്പാക്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതാന്ന് ചോദിച്ചു. ഇങ്ക് ജെറ്റിൽ എത്ര കളേഴ്സ് എന്ന് ചോദിച്ചു. ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. വയർലെസ് മൗസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു. മെമ്മറിയിൽ വോളറ്റൈൽ ഏതാന്ന് ചോദിച്ചു. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ഏതാന്ന് ചോദിച്ചു. ഹാർഡ് ഡിസ്കിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു. വെർച്വൽ മെമ്മറി എന്താന്നുള്ള കാര്യവും ചോദിച്ചു. ഇതിൽ എത്ര മാർക്ക് കിട്ടി? 9, 8, 6, 5, 4. യെസ്, 5 കുറയരുത് കേട്ടോ. യെസ്, അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദി ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഇൻ CPU വേർ ദി ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആർ സ്റ്റോർഡ്. റാം, റോം, IOP, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഏതാണ്? ടെമ്പററി റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു ഏതാണ്? യെസ്, താൽക്കാലികമായിട്ട് റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യുന്നത് ഏത് മെമ്മറിയാണ് കഴിഞ്ഞാൽ യെസ്. ഓക്കെ, നമുക്കറിയാം CPU ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് CPUവിന്റെ ഉള്ളിൽ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. അതിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് ഏത്, റാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്താണ് സെക്കൻഡറി മെമ്മറി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ വർക്ക് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് റാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഇനീഷ്യൽ ബൂട്ടപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് റോം എന്നൊക്കെ കാര്യവും നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് റാം ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി 12ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് എ ബേസിക് എലമെന്റ് ഓഫ് മെമ്മറി രജിസ്റ്റേഴ്സ്. കമ്പ്യൂട്ടർ മെമ്മറി രജിസ്റ്റർ ബിൽഡ് ചെയ്തിരിക്കുന്നതിന്റെ ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, കപ്പാസിറ്റർ ആണോ, ട്രാൻസിസ്റ്റർ ആണോ, ഡയോഡ് ആണോ? ഡാഷ് ഈസ് ദി ബേസിക് എലമെന്റ് ഓഫ് മെമ്മറി രജിസ്റ്റേഴ്സ്. ഡാഷ് ഈസ് ദി ബേസിക് എലമെന്റ് ഓഫ് മെമ്മറി രജിസ്റ്റേഴ്സ്. യെസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് കേട്ടോ. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് മെമ്മറി രജിസ്റ്റേഴ്സിന്റെ ഏറ്റവും ചെറിയ എലമെന്റ്. 1 ബിറ്റ്
ബിറ്റ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫിസിക്കൽ പാർട്ടിനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ചേർന്നിട്ടാണ് രജിസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബേസിക് ആയിട്ടുള്ള ഡാഷ് ഈസ് ബേസിക് എലമെന്റ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി. രജിസ്റ്റർ എത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് പഠിച്ചു വെക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എത്ര ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ 1 ബിറ്റ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുക കേട്ടോ. 13ാമത്തെ ചോദ്യം, CD-ROM ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. സെക്കൻഡറി മെമ്മറി, മെയിൻ മെമ്മറി, ഫ്ലാഷ് മെമ്മറി, ക്യാഷ് മെമ്മറി. CD-ROM is an example of dash. Secondary memory, main memory, cache memory, flash memory. ഏതാണ്? യെസ്, ഇന്നലെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആരോ അയച്ചു തന്നായിരുന്നല്ലോ. CD-ROM എന്ന് പറയുന്ന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സെക്കൻഡറി, മെയിൻ മെമ്മറി, ഫ്ലാഷ് മെമ്മറി, സെക്കൻഡറി ഉണ്ടായിരുന്നില്ല, മെയിൻ മെമ്മറി, ഫ്ലാഷ് മെമ്മറി, ക്യാഷ് മെമ്മറി, നൺ ഓഫ് ദീസ് എന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ചോദ്യം ആരോ ഒരാൾ PYQ ആണെന്ന് പറഞ്ഞ് അയച്ചു തന്നിരുന്നു. ഒരു സംശയവും വേണ്ട. അത് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, എന്താണ് CD-ROM എന്ന് പറയുന്നത്? പെർമനന്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് അല്ലേ? സെക്കൻഡറി സ്റ്റോറേജ് അല്ലേ? പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നല്ലേ? ഇനി ഇവിടെ സെക്കൻഡറി ഓപ്ഷൻ ഇല്ല, ഇവിടെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അല്ലെ. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ് CD-ROM എന്ന് പറയുന്നത്, സെക്കൻഡറി സ്റ്റോറേജ് ആണ് CD-ROM എന്ന് പറയുന്നത് അല്ലെ. യെസ്, ഇനി CD-യെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ജെയിംസ് ടി റസൽ ആണ് CD കണ്ടുപിടിച്ചത് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ PSC ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്, പിറ്റിലും ലാൻഡിലുമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഏതാണ്? ഓക്കെ, ഏതാണ്? പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്, പിറ്റിലും ലാൻഡിലുമായിട്ട്. അതായത് നമുക്കറിയാം, 2 പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റ്, അതിൻ്റെ ഇടയിൽ അലുമിനിയത്തിന്റെ ഒരു കോയിൽ വെക്കും, അതിൻ്റെ ഉള്ളിൽ ലേസർ ബീമുകൾ ഇങ്ങനെ അടിക്കുമ്പോൾ പിറ്റിലും ലാൻഡിലുമായിട്ട് അല്ലെ. യെസ്, ഇങ്ങനെയാണ് ഡാറ്റ CD-യിൽ സ്റ്റോർ ചെയ്യുന്നത്. 0 ഇവിടെ പിറ്റിലായിട്ടും ലാൻഡിൽ 1ഉം 0 1 ഇങ്ങനെ ലേസർ ബീമുകൾ അടിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഈ പറയുന്ന അലുമിനിയം ഫോയിലുകളിന്റെ ഉള്ളിൽ 1സിന്റെയും 0സിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ പിറ്റിലും ലാൻഡിലുമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് CD-DVD. ജെയിംസ് ടി റസൽ ആണ് ഇത് കണ്ടുപിടിച്ചത്. അലുമിനിയം ആണ് അതിൽ ഉപയോഗിക്കുന്ന ലോഹം എന്നുള്ള പോയിന്റ് ഒക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ആണ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ്, ലേസർ ബീം ആണ് അതിൽ ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർത്ത് വെക്കാം. ഏത് കളർ ലേസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ലേസർ ആണ് കേട്ടോ. റെഡ് ലേസർ ആണ് യൂസ് ചെയ്യുക എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഇതൊക്കെ ഞാൻ ദിവസങ്ങളോളം മാസങ്ങളോളം ക്ലാസ് എടുത്ത് തീർന്നതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ജനുവരി തുടങ്ങിയതാണ് പരിപാടി, ഇപ്പൊ ഓഗസ്റ്റ് ആയി. അതുവരെ നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ റിവിഷനും മറ്റുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ടൈപ്പിസ്റ്റുകാർക്കുള്ള യൂണിക്കോഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഇന്ന് ഞാൻ തുടങ്ങി, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതൽ ഉൾപ്പെടുത്തിയില്ല. നാളെ ആയിരിക്കും നമ്മുടെ യൂണിക്കോഡിന്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതൊരു ഫ്രീ ക്വസ്റ്റ്യൻ. 14ാമത്തെ ചോദ്യം, ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ സ്റ്റോർ ഡാഷ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ സ്റ്റോർ ഡാഷ്. ഫ്ലിപ്പ് ഫ്ലോപ്പില് എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാം? ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഫ്രീ ക്വസ്റ്റ്യൻ കേട്ടോ, ഫ്രീ ക്വസ്റ്റ്യൻ. അടുത്തത്, യെസ്, വിച്ച് ഈസ് ദ കോർ ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ പാർട്ടിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെൽ, കേർണൽ, കമാൻഡ്, സ്ക്രിപ്റ്റ്. യെസ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്നു ലിനക്സ് ആണ്. ഗ്നു ലിനക്സിന്റെ കേർണലിന്റെ പേരാണ് എന്ത്? ലിനക്സ് കേട്ടോ, കേർണൽ ആണ്. ഓക്കെ, ഹാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്നതാണ് കേർണൽ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസർ ഇന്റർഫേസ് സെഷൻ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ് ഷെല്ല് കേട്ടോ. ഒരു OSന്റെ ഏറ്റവും ഹാർട്ടായിട്ടുള്ള, സോൾ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ഫീച്ചേഴ്സും ചെയ്യുന്ന ഭാഗമാണ് കേർണൽ. യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പോർഷൻ ആണ് ഷെല്ല് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഇനി, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? സഫാരി, ആൻഡ്രോയിഡ്, മാക്കിൻടോഷ്, ലിനക്സ്. ഇത്തരത്തിലുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് PSC ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. യെസ്, ഇതൊന്നും തെറ്റിക്കാൻ പാടില്ലേ, ഇതൊക്കെ തെറ്റിച്ചാണ്ടല്ലോ. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട്
ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ആൻഡ്രോയിഡ് കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് ചോദിച്ചു. ലിനക്സിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? ആൻഡ്രോയിഡ് അല്ലെ. മാക്കിൻഡോഷും കഴിഞ്ഞ ദിവസം BSc ചോദിച്ചു. ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? മാക്കിൻഡോഷ്. ലിനക്സ് എന്ന് പറയുന്നത് ലിനസ് ടോർവാൾഡ്സ് 1992 കണ്ടുപിടിച്ച ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്നത്. സഫാരി എന്ന് പറയുന്നത് എന്താണ്? സഫാരി എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനിയുടെ ബൈ ഡീഫോൾട്ട് വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസർ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. സഫാരി എന്ന് പറയുന്നത് വെബ് ബ്രൗസർ ആണ്. ഓക്കെ, ആപ്പിളിന്റെ ആണ് ബൈ ഡീഫോൾട്ട്. ഓക്കെ, ബ്രൗസേഴ്സ് വാറിൽ പങ്കെടുക്കാൻ, അതായത് വിവിധ കമ്പനികൾ അവരുടെ ബ്രൗസേഴ്സിന്റെ പിന്നെ ഫീച്ചേഴ്സും ഫെസിലിറ്റീസും മാർക്കറ്റിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ബ്രൗസേഴ്സിന്റെ ഒരു വാർ ഉണ്ടായിരുന്നു 1990 ടൈമിൽ. അപ്പൊ അവിടെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആപ്പിൾ കമ്പനി സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സഫാരി ആണ് ആപ്പിളിന്റെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ആപ്പിൾ മാക്കിൻഡോഷിൽ സഫാരി മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ? ഇല്ല. ഓക്കെ, ക്രോമും എഡ്ജും ഒക്കെ സപ്പോർട്ട് ചെയ്യും. നെറ്റ്സ്കേപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. സഫാരി അവരുടെ ഡിഫോൾട്ട് ബ്രൗസർ ആണ് എന്ന് മാത്രം കേട്ടോ. അപ്പൊ ആ പോയിന്റുകളും ഓർത്തു വെക്കാം. 16ാമത്തെ ചോദ്യം. ഇനി 17ാമത്തെ ചോദ്യം. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു ദ മെമ്മറി ഈസ് കോൾഡ് ഡാഷ്. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് OS ഇൻ ടു ദി മെമ്മറി ഈസ് കോൾഡ് ഡാഷ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഹാർഡ് ഡിസ്കിലാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ റാമിലേക്ക് എടുക്കണം. വർക്കിംഗ് മെമ്മറിയായ റാമിലേക്ക് എടുക്കണം. ഇതൊക്കെ നമ്മൾ പിക്ചർ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ സ്പീഡിലാണ് ഇപ്പൊ പറയുന്നത്, കാരണം നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു സമയമില്ല കേട്ടോ. അതായത് പെർമനന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയിൽ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. റാം എന്ന് പറയുന്നത് വൊളറ്റൈൽ മെമ്മറിയാണ്. കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിൽ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യില്ല. അപ്പൊ പെർമനന്റ് മെമ്മറിയായ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റാമിലേക്ക് കൊണ്ടുവരണം. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബൂട്ടിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്ത് വിളിക്കുന്നത്? ബൂട്ടിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു എ മെമ്മറി ഈസ് കോൾഡ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ടിംഗ് ആണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. 18ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഇനീഷ്യലൈസ് ആൻഡ് ടെസ്റ്റ് ഈച്ച് കമ്പോണന്റ് ഓഫ് എ മദർ ബോർഡ് എവറി ടൈം ഇറ്റ് സ്റ്റാർട്ട് അപ്പ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് റെഡി ടു റൺ. ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടുകളും വർക്ക് ചെയ്യാൻ റെഡിയായോ എന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിലേക്കും ഇലക്ട്രിസിറ്റി എത്തി എല്ലാം പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു മൊഡ്യൂൾ ഓഫ് പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഡാഷ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഇനീഷ്യലൈസ് ആൻഡ് ടെസ്റ്റ്. ഇനീഷ്യലൈസ് ചെയ്യും, തുടങ്ങും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യും ഈച്ച് കമ്പോണന്റ് ഓഫ് എ മദർ ബോർഡ്. മദർ ബോർഡിലുള്ള എല്ലാ കമ്പോണന്റുകളും പ്രോപ്പർ ആയിട്ട് കറണ്ട് ഒക്കെ എത്തിയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്ന് തീരുമാനിക്കുന്ന പ്രോഗ്രാം. അതേതാ? അത് ബയോസ് അല്ല. ബയോസിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി എത്തി വർക്ക് ചെയ്യാൻ പ്രോപ്പർ ആയോ എന്ന് തീരുമാനിക്കുന്ന പ്രോഗ്രാമാണ് പോസ്റ്റ്. സ്പെസിഫിക്കലി ഇവിടെ പോസ്റ്റ് ഇല്ലെങ്കിൽ ബയോസിലേക്ക് നിങ്ങൾക്ക് പോകാം കേട്ടോ. കാരണം ഇനീഷ്യലി എല്ലാത്തിനും ബൂട്ടപ്പ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് ബയോസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലേക്കും ഇനീഷ്യലൈസ് ചെയ്ത് മദർ ബോർഡിലുള്ള കമ്പോണന്റുകളൊക്കെ ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ബയോസിന്റെ ഒരു പാർട്ടായിട്ട് വരും കേട്ടോ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കേട്ടോ. പോസ്റ്റ് ആണ്. പോസ്റ്റ് റെഡി ആവുമ്പോഴാണ് ഈ പറയുന്ന പോലെ കമ്പ്യൂട്ടർ എല്ലാം പ്രോപ്പർ വർക്കിങ്ങിലായി എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക കേട്ടോ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ബയോസ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ വർക്കിംഗ് മെമ്മറിയായ റാമിലേക്ക് കൊണ്ടുവരുന്ന ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടല്ലോ, അതിനാവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബയോസിൽ നിന്നാണ് എടുക്കുക. പക്ഷെ അത് എടുക്കുന്ന സമയത്ത് തന്നെ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് റണ്ണിങ് കണ്ടീഷനിലാണോ വർക്കിംഗ് കണ്ടീഷനിലായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് എന്ത്? പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കേട്ടോ. യെസ്, അപ്പൊ അതും മനസ്സിലാക്കി വെക്കാം. ഇനി ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർക്ക്
ക്രിയേഷൻ ഓഫ് ന്യൂ ജോബ്, പ്രോസസ് ഷെഡ്യൂളിംഗ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോസസ് ഷെഡ്യൂളിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോർക്ക്? ഒരു പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാനാണോ? ഡിസ്പാച്ചിങ് ഓഫ് ന്യൂ ടാസ്ക്, പുതിയൊരു ടാസ്കിനെ ഡിസ്പാച്ച് ചെയ്യാനോ? ക്രിയേഷൻ ഓഫ് ന്യൂ പ്രോസസ്, പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ? റണ്ണിങ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് വിളിക്കുന്നത്. OS നമ്മൾ പഠിച്ചാണ്. റണ്ണിങ് പ്രോഗ്രാം അല്ലെങ്കിൽ എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഓക്കെ, എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോസസ് എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പൊ റണ്ണിങ് പ്രോഗ്രാം ആണ് എന്ത്? പ്രോസസ്. റണ്ണിങ് പ്രോഗ്രാം ആണ് പ്രോസസ്. റണ്ണിങ് പ്രോഗ്രാം ആണ് പ്രോസസ്. അപ്പൊ പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത്? ഫോർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ. ഓക്കെ, സിസ്റ്റം കോൾ. അതായത് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് പ്രോസസ് എന്ന് വിളിക്കുക. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോളാണ് എന്ത്? ഫോർക്ക് കേട്ടോ. ഫോർക്ക്, ക്രിയേഷൻ ഓഫ് ന്യൂ പ്രോസസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കോളാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓരോ കാര്യങ്ങൾ സിസ്റ്റത്തിനുള്ളിൽ OS ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ് ഈ സിസ്റ്റം കോൾസ്. ഓക്കെ, യെസ്. ഇനി 20ാമത്തെ ചോദ്യം. A dash is a computer application consisting of one or more programs created to perform a particular type of work. Okay, dash is a computer application consisting of one or programs created to perform a particular type of work. OS debug utility package. ഏതാണ്? Computer application consisting of one or more programs created to perform particular type of work. യെസ്, ഇത് യൂട്ടിലിറ്റിയാണ്. ഇത് ചോദ്യം അത്ര വ്യക്തമല്ല. അതായത് കമ്പ്യൂട്ടറിനുള്ളിൽ OSന്റെ സബായിട്ട് വരുന്ന ഒന്നിലധികം പ്രോഗ്രാംസ് ചെയ്യിപ്പിക്കാനുള്ള പാർട്ട്, അതിനുള്ള സോഫ്റ്റ്വെയർ ഏത് എന്നുള്ളതാണ് ചോദ്യം. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. യൂട്ടിലിറ്റിയാണ്. നമുക്കറിയാം എന്താണ് പറയാ, ആന്റി വൈറസ് സോഫ്റ്റ്വെയർ, സ്ക്രീൻ സേവേഴ്സ്, രജിസ്ട്രി ക്ലീനേഴ്സ്, ഡീബഗിംഗ് സോഫ്റ്റ്വെയർസ് അല്ലെ, ബാക്കപ്പ് സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ എന്താണ്? വൺ ഓർ മോർ പ്രോഗ്രാംസ് ക്രിയേറ്റഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വർക്ക്, അതാണ് കേട്ടോ. യെസ്, അപ്പൊ യൂട്ടിലിറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ 20 ചോദ്യമായി. 20ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു? ക്യുമുലേറ്റ് ചെയ്ത് മാർക്കുകൾ മാർക്ക് ചെയ്ത് പോവാട്ടോ. 60 എന്റെ ലക്ഷ്യം. 60 ചോദ്യത്തിലേക്ക് എത്തിക്കണ്ടേ നമുക്ക്? യെസ്, എക്സ്പ്ലനേഷൻ വരുമ്പോഴാണ്. യെസ്, 12 കുറയരുത്. 12 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. യെസ്, ഓക്കെ. അടുത്തത് എക്സാമ്പിൾ ഓഫ് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ്. പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിങ്ങും അതിൽ കാറ്റഗറി വൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഏതാണ്? യെസ്, ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നെടുത്താൽ മതി. യെസ്, അത് റൗണ്ട് റോബിൻ ആണ് കേട്ടോ. യെസ്, അത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? MS-DOS, വിൻഡോസ് XP, ബിങ്, വിൻഡോസ് 8. ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? DOS, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, XP, വിൻഡോസ് 8 ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ബിങ് എന്ന് പറയുന്നത് എന്താണ്? ബിങ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ് അല്ലെ? യെസ്, ആരുടെ? വിൻഡോസിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ബിങ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ OS ആണ്. ബിങ് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം? കൂട്ടത്തിൽ പെടാത്ത രൂപത്തിൽ പറയാം. 23ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? അപ്പൊ ഏതാണ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളത് അറിയണം അല്ലെ? മോസില്ല ഫയർഫോക്സ് ഓപ്പൺ സോഴ്സ് ആണല്ലോ. ഇനി ഒന്നും അറിയില്ല, ടാലി എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ. SCR പ്രോഗ്രാമിംഗ് അറിയില്ല. പൈത്തൺ ഓപ്പൺ സോഴ്സ് ആണ് കേട്ടോ. പൈത്തണെ കുറിച്ച് SCRT-യിലൊക്കെ പറയുന്നുണ്ട്. ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്, ഗുഡോ, വാൻ,
റോസം ആണ് ഇത് കണ്ടുപിടിച്ചത്. ഒരു ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക കേട്ടോ. ഗുഡോ വാൻ റോസം ആണ് പൈത്തൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫയർഫോക്സ് എന്ന് പറയുന്നതും എന്താണ്, ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ആർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതും ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പഠിച്ചു കേട്ടോ. ടാലി എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി ആണ്, നമുക്കത് എന്താണെങ്കിലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ എല്ലാ വേർഷൻസും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ക്രാക്ഡ് വേർഷൻ ആണ് പലരും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് മൂന്നും, ഇത് PSC ചോദിച്ച ചോദ്യമാണ്. ഓപ്പൺ സോഴ്സ് ആണ് ഫയർഫോക്സും പൈത്തണും ആർ പ്രോഗ്രാമിംഗ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുറെ കാലങ്ങളായിട്ട് ഓപ്പൺ സോഴ്സും പ്രൊപ്രൈറ്ററിയും ഒക്കെ ഇങ്ങനെ കേട്ട് പരിചയപ്പെട്ട് ഇങ്ങനെ പോണം. യെസ്, ഇത് PSC ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. പിന്നെ ടാലി എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് അല്ല എന്നുള്ളത് നമ്മളൊരു ജനറൽ തോട്ടിൽ നിന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാനുള്ള ഒരു വകുപ്പും അവിടെ നമുക്ക് ആലോചിച്ചെടുക്കാം. ഇനി ഹു ഇസ് എ ഫൗണ്ടർ ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ് കണ്ടുപിടിച്ചതാണ്, അത് സിമ്പിൾ ആയിട്ട് കിട്ടും. ലിനസ് ടോർവാൾഡ്സ്, റിച്ചാർഡ് സ്റ്റാൾമാൻ, ഡെന്നിസ് റിച്ചി, ജെയിംസ് ഗോസ്ലിംഗ്. Who is the founder of Linux operating system? ലിനക്സ് കണ്ടുപിടിച്ചത് ആരാണ്? ലിനസ് ടോർവാൾഡ്സ് ആണ്. 1991-92 കാലഘട്ടത്തിൽ കേട്ടോ. 91 ഫസ്റ്റ് വേർഷൻസ് വന്നു, 92 ഒഫീഷ്യൽ റിലീസ്. യെസ്. ഇനി which was the first graphical web browser? ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ആദ്യത്തെ നെറ്റ്സ്കേപ്പ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല, നെക്സസ്. which was the first graphical web browser? ഏതാണ് ആദ്യത്തെ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നെറ്റ്സ്കേപ്പ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല, ഫയർഫോക്സ്. ഓക്കെ, വിച്ച് വാസ് ദി ഫസ്റ്റ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ. ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സസ് ആണ് കേട്ടോ. നമ്മുടെ ടിം ബെർണേഴ്സ്ലി ആണ് ആദ്യത്തെ വെബ് ബ്രൗസറായ നെക്സസ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിൽ എന്തുണ്ടായിരുന്നില്ല? ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ വെബ് ബ്രൗസർ കണ്ടുപിടിച്ചത് ആരാണ്? നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ആണ് ആദ്യത്തെ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ. മാർക്ക് ആൻഡ്രീസൺ കേട്ടോ. ആരാണ് കണ്ടുപിടിച്ചത്? മാർക്ക് ആൻഡ്രീസൺ ആണ് ഈ പറയുന്ന നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഗ്രാഫിക്കൽ യൂസർ വെബ് ബ്രൗസർ നെറ്റ്സ്കേപ്പ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സസ് ആണ്. ഗ്രാഫിക്കൽ യൂസർ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്സ്കേപ്പ് ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി വാട്ട് ഡസ് CSS സ്റ്റാൻഡ്സ് ഫോർ? CSSന്റെ പൂർണ്ണരൂപം എന്താണ്? ഇത് PSC ഓൾറെഡി ചോദിച്ചതാണ്. യെസ്, CSS പഠിക്കുമ്പോൾ തന്നെ നമുക്ക് PHPയുടെ പൂർണ്ണരൂപം എന്താണെന്നുള്ളത് പറയണം. HTML ഇതും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. യെസ്, CSS എന്താണ്? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നുള്ളതാണ് CSSന്റെ പൂർണ്ണരൂപം കേട്ടോ. എന്താണ്? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. PHPയുടെ പൂർണ്ണരൂപം എന്താ അറിയാമോ? PHPയുടെ പൂർണ്ണരൂപം കുറച്ച് രസകരമായി നമുക്ക് പഠിക്കാം. PHPയുടെ ആദ്യത്തെ P എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് അറിയോ? PHP എന്ന് തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ H എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ്, പിന്നെ പ്രീ പ്രോസസർ. ഓക്കെ, അപ്പൊ PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. അപ്പൊ ഈ PHPയുടെ പൂർണ്ണരൂപം അത് വീണ്ടും PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. അങ്ങനെ ഒരു അറ്റമില്ലാത്ത രൂപത്തിൽ റിക്കേഴ്സീവ് ആയിട്ടുള്ള ഫുൾ ഫോം ആണ് PHPക്ക് ഉള്ളത്. റാസ്മസ് ലെഡോഫ്. ആരാണ്? റാസ്മസ് ലെഡോഫ് ആണ് ഇത് കണ്ടുപിടിച്ചത് എന്ന കാര്യം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് എടുത്ത കാര്യങ്ങളാണ്. പുതുതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ CSSന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. PHPയുടെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ എന്ന് പഠിച്ചു പോകാം. HTML പിന്നെ എല്ലാവർക്കും അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സെറ്റ്? ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ 27ാമത്തെ ചോദ്യം. എ മെഷർമെന്റ് യൂസ്ഡ് ഇൻ കമ്പയറിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പെർഫോമൻസ്. സോഫ്റ്റ്വെയറിന്റെയും ഹാർഡ്വെയറിന്റെയും പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനുള്ള മെട്രിക്കിന്റെ പേരെന്താണ്? ബെഞ്ച് മാർക്കിംഗ്, കോൺട്രാസ്റ്റിംഗ്, ഡിസ്റ്റിങ്വിഷിംഗ്, ഇവാലുവേറ്റിംഗ്. എ മെഷർമെന്റ് യൂസ്ഡ് ഇൻ കമ്പയറിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പെർഫോമൻസ്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിച്ചു വെക്കാം. ബെഞ്ച് മാർക്കിംഗ് എന്ന് പഠിച്ചു കേട്ടോ. മെഷർമെന്റ് യൂസ്ഡ് ഇൻ കമ്പയറിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്കിംഗ് കേട്ടോ. ബെഞ്ച് മാർക്കിംഗ് എന്ന് പഠിച്ചു വെക്കാം. ട്രാൻസ്ലേറ്റർ ഫോർ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വർ ടേംഡ് ആസ് ഡാഷ്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്കറിയാം കമ്പ്യൂട്ടറിന് എന്ത് ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ? മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന അസംബ്ലി കോഡിനെ ആണെങ്കിലും ഹൈ ലെവൽ കോഡിനെ ആണെങ്കിലും മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ മാറ്റണ്ടേ? യെസ്. ആ കമന്റ് യെസ്. എന്നിട്ട് ഞാൻ നോക്കട്ടെ ആരെങ്കിലും ശരിയാക്കുന്നുണ്ട് നോക്കട്ടെ. ഒരാള് ശരിയാക്കി. ഇപ്പൊ കുറച്ച് ആൾക്കാർ ശരിയാക്കും. കാരണം നിങ്ങൾ OMR നിങ്ങൾ പേന വെച്ച് കറുപ്പിച്ച് കഴിഞ്ഞു. ആ മാർക്ക് നിങ്ങൾക്ക് തെറ്റി. ഏത് പകുതിയിലധികം ആളുകളും ആ മാർക്ക് തെറ്റിച്ചു. യെസ്. ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം എന്ന് കാണുമ്പോഴേ കമ്പൈലറിലേക്ക് അങ്ങ് ചാടി വീഴാണ്. യെസ്, അങ്ങനെ ചെയ്യരുത്. നമ്മൾ 13-ാം തീയതി പരീക്ഷ ചിലപ്പോൾ എളുപ്പമാവാം, ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടും ആവാം. ഓക്കെ, അപ്പൊ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ മാർക്ക് നമ്മൾ സേഫ് ആക്കണം. നമ്മൾ പഠിച്ച മാർക്ക്, നമുക്ക് അറിയുന്ന മാർക്ക് നമ്മൾ സേഫ് ആക്കണം. വെറുതെ നമ്മൾ പഠിച്ച മാർക്ക് കൊണ്ടേ അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടേ കളയരുത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഇത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഷീൻ ലാംഗ്വേജും അസംബ്ലിയാണ് ലോ ലെവൽ അല്ലെ? അസംബ്ലിനെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? അസംബ്ലർ ആണ്. ലോ ലെവലിനെ കമ്പയർ ചെയ്യാൻ മീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇവിടെ അസംബ്ലറേ ഉള്ളൂ. ഹൈ ലെവലിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈലറും അല്ലെങ്കിൽ ഇന്റർപ്രറ്ററും. ഹൈ ലെവലിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് കമ്പൈലറും ഇന്റർപ്രറ്ററും യൂസ് ചെയ്യുന്നത് കേട്ടോ. ലോ ലെവലിനെ മാറ്റാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇവിടെ ഒന്നേ ഉള്ളൂ, അസംബ്ലറേ ഉള്ളൂ കേട്ടോ. ഹൈ ലെവൽ ആണെങ്കിലാണ് കമ്പൈലർ നമുക്ക് അവിടെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, 29ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് മീൻസ് റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റാസ് ആൻഡ് ഫങ്ഷൻസ് ടുഗദർ? C++ൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റാസ് ആൻഡ് ഫങ്ഷൻസ് ടുഗദർ. ഒന്നിച്ച് ഡാറ്റയും ഫംഗ്ഷനും ഒന്നാക്കി മാറ്റുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് മീൻസ് റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റാസ് ആൻഡ് ഫങ്ഷൻസ് ടുഗദർ? യെസ്, ഡാറ്റയും ഫംഗ്ഷനും ഒന്നിച്ചാക്കി മാറ്റുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എൻക്യാപ്സുലേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ? എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ദി ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? അബ്സ്ട്രാക്ഷൻ. ഇനി ഒന്നിൽ ചെയ്ത കാര്യങ്ങൾ മറ്റൊന്നിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുക അല്ലെ? പ്രോപ്പർട്ടീസ് ഓഫ് വൺ ക്ലാസ് അക്വയർസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. ഇനി പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു എക്സിബിറ്റ് ഇൻ മോർ ദാൻ വൺ ഫോംസ്. ഒന്നിലധികം രൂപത്തിൽ എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഫെസിലിറ്റിയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത് അല്ലെ? ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ് ഒക്കെ നമ്മൾ വിശദമായി പഠിച്ചു. ഏത് ടൈപ്പിസ്റ്റ് ആയിരിക്കും കേട്ടോ. ജനറൽ LDCക്കാര് ജസ്റ്റ് ഇതെന്താന്ന് മനസ്സിലാക്കി വെക്കുക. ഡാറ്റയും ഡാറ്റ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നിച്ചാക്കി വെക്കുന്ന പ്രോസസ്സിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ടുഗദർ, എൻക്യാപ്സുലേഷൻ. 30ാമത്തെ ചോദ്യം. മെഷീൻ ലാംഗ്വേജ് ഈസ് ഡാഷ്. മെഷീൻ ഡിപ്പെൻഡന്റ്, ഡിഫിക്കൽട്ട് ടു പ്രോഗ്രാം, എറർ പ്രോൺ, ഓൾ ഓഫ് ദീസ്. മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, പ്രോഗ്രാം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, തെറ്റുകൾ വരാൻ സാധ്യത കൂടുതലാണ്, എല്ലാം. എന്താണ് മെഷീൻ ലാംഗ്വേജ്? സീറോസും വൺസും വെച്ചിട്ടുള്ള കോമ്പിനേഷൻ ആണ് മെഷീൻ ലാംഗ്വേജ് അല്ലെ? സീറോസിന്റെയും വൺസിന്റെയും കോമ്പിനേഷൻ ആണ് മെഷീൻ ലാംഗ്വേജ്. യെസ്. അപ്പോ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? മെഷീൻ ലാംഗ്വേജ് ഈസ് എ ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. എല്ലാം ശരിയാണ് എന്ന ഉത്തരത്തിലേക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഫൈൻ. യെസ്. അപ്പൊ 30ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി മക്കളെ? പറയൂ. 30ൽ എത്ര മാർക്ക് കിട്ടി? 23+. 23 ആണ് കട്ട് ഓഫ്. ഓക്കെ, യെസ്. അപ്പൊ ഏത് ഏരിയ ആണ് കുറവുള്ളത്? ഞാൻ റിവിഷൻ കുറച്ച് കൊടുത്തത് ഏതിനാന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയുള്ള ദിവസങ്ങളിലെ മാക്സിമം നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി വിച്ച് ലാംഗ്വേജ് ഈസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദി കമ്പ്യൂട്ടർ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ പ്രോഗ്രാം? സിമ്പിൾ. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ലാതെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, മെഷീൻ ലാംഗ്വേജ് ആണ്, ഒരു സംശയമില്ല. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിസൈനിങ് വെബ് പേജസ്. വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്?
ഡാഷ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിസൈനിങ് വെബ് പേജസ്. വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് HTML ആണ് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനകത്ത് നിന്ന് കിട്ടും അല്ലെ. യെസ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ആദ്യത്തെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? അഡ, കൊബോൾ, ലിസ്പ്, ഫോർട്രാൻ. യെസ്, അടയാണ് കേട്ടോ, അടയാണ്. ഫസ്റ്റ് പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡാ അഗസ്റ്റ് കിങ് ലവ്ലേസ്. ആരാണ്? അഡാ അഗസ്റ്റ് കിങ് ലവ്ലേസ് എന്ന് പഠിച്ചു കേട്ടോ, അഗസ്റ്റ് കിങ് ലവ്ലേസ്. ഇനി ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ലാംഗ്വേജ്, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ ലാംഗ്വേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊബോൾ ആണ്. AI ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ത്? ലിസ്റ്റ് പ്രോഗ്രാമിംഗ്. ഫോർട്രാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സയന്റിഫിക് പർപ്പസ് ലാംഗ്വേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോർട്രാൻ ആണ്. ഫോർമുല ട്രാൻസ്ലേഷൻ എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടാ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ജാവയുടെ ആദ്യത്തെ പേരെന്താണ്? ജാവ ലാംഗ്വേജിന്റെ ഫസ്റ്റ് പേരെന്താണ്? സൺ മൈക്രോ സിസ്റ്റം ആണ് ജാവ ഡെവലപ്പ് ചെയ്തത്. സൺ മൈക്രോ സിസ്റ്റം ആണ് ജാവ ഡെവലപ്പ് ചെയ്തത്. ജാവയുടെ ആദ്യത്തെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഗോസ്ലിംഗ്. ആരാണ് ജാവ ഡെവലപ്പ് ചെയ്തത്? ജെയിംസ് ഗോസ്ലിംഗ്. ജെയിംസ് ഗോസ്ലിംഗ്. ഓക്കെ, ജാവയുടെ ആദ്യത്തെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്ക് കേട്ടോ. സൺ മൈക്രോ സിസ്റ്റം ആണ് ജാവ ഡെവലപ്പ് ചെയ്തത്. ജെയിംസ് ഗോസ്ലിംഗ് ആണ് കണ്ടുപിടിച്ചത്. ഓക്ക് എന്നുള്ളതായിരുന്നു ജാവയുടെ ആദ്യത്തെ പേര്. ഓക്കെ, ഇനി 35ാമത്തെ ചോദ്യം. സിമ്പിൾസ് യൂസ് ഇൻ അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ എന്ത് വിളിക്കാം? ദ സിമ്പിൾസ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ എന്ന് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെമോണിക്സ് എന്ന് വിളിക്കാം കേട്ടോ. അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ എന്ത് വിളിക്കാം? നെമോണിക്സ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ദ പ്രോഗ്രാം ദാറ്റ് ബ്രിങ്സ് ഒബ്ജക്റ്റ് കോഡ് ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. ദ പ്രോഗ്രാം ദാറ്റ് ബ്രിങ്സ് ഒബ്ജക്റ്റ് കോഡ് ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. നമുക്കറിയാം ഇന്റർമീഡിയറ്റ് കോഡ്, ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. യെസ്, അതിനെ മെമ്മറിയിലേക്ക് എടുക്കുന്നത് ഏതാണ്? അതിനെയാണ് ലോഡർ എന്ന് വിളിക്കുക കേട്ടോ. ലോഡർ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, ലോഡർ. പ്രോഗ്രാം ദാറ്റ് ബ്രിങ്സ് ഒബ്ജക്റ്റ് കോഡ് ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ ഇസ് കോൾഡ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാല് യെസ്, ലോഡർ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. 37ാമത്തെ ചോദ്യം. ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് ഡാഷ്. അത് IT പ്രൊഫഷണലിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൈവറ്റ്ലി യൂസ്ഡ് ബൈ ഗ്രൂപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണോ? യെസ്. ജാവ ഏത് ജനറേഷനിലാണെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. 4th ജനറേഷനിലാണ്. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തത് 4th ജനറേഷനിലാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ക്യാൻ ബി യൂസ്ഡ് ബൈ എനി ഓഫ് ദി യൂസർ. എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ പ്രത്യേകത എന്ന പോയിന്റും ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ 1ാം തലമുറയിലാണ് മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്തത്. 2ാം തലമുറയിലാണ് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തത്. 3ാം തലമുറയിലാണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ തന്നെ പ്രൊസീജിയറൽ ലാംഗ്വേജ് വന്നത്. അതായത് C പ്രോഗ്രാം ഒക്കെ വന്നത് 3ാം തലമുറയിലാണ്. 4ാം തലമുറയിലാണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നത്. അതിലാണ് ജാവയൊക്കെ ഉള്ളത്. 5ലാണ് AI ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് വരുന്നത് കേട്ടോ. ഓക്കെ, യെസ്, അതും കൂടി ഓർത്തു വെക്കാം. സെറ്റല്ലേ? നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ എടുക്കാത്തതായിട്ടോ നിങ്ങൾക്ക് അറിയാത്തതായിട്ടോ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, 7510116655 ഓൺ ദ സ്പോട്ടിൽ അയച്ചോളൂ. നമ്മൾ എടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ. അല്ലാതെ ഈ അസംബ്ലി ലാംഗ്വേജ് എന്താ സാറേ, മെഷീൻ ലാംഗ്വേജിൽ ഏതൊക്കെയാ കോഡ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മൾ പരിഗണിക്കുന്നതല്ല കേട്ടോ. കൃത്യമായി കേട്ട് മനസ്സിലാക്കി നമ്മൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്ന ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ സമയം കളയരുത്. പ്രശ്നമൊന്നുമില്ല, പക്ഷെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് റിപ്ലൈ വൈകും എന്നുള്ളതാണ്. ചില ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവനെ ആണല്ലോ ഞാൻ പഠിപ്പിച്ചത് ഈ 6 മാസം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലർ ചോദിക്കും. ആ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ ചിലപ്പോൾ മറുപടി പോലും പറയാതെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ചിലതിപ്പോ തിരക്കായതുകൊണ്ട്, 2 ദിവസം യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, തിരക്കായതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. അതോടനെ തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതങ്ങനെ. അടുത്തത്, വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അഡ്മിറൽ ഗ്രേസ് ഹോപ്പർ? അഡ്മിറൽ ഗ്രേസ് ഹോപ്പർ കണ്ടുപിടിച്ചത് ഇതിനകത്ത് ഏത് ലാംഗ്വേജ് ആണ്?
ലിസ്പ്, സി ബേസിക്, കൊബോൾ. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്, ഇതാണ് അഡ്മിറൽ ഗ്രേസ് ഹോപ്പർ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്? ഓക്കെ, ആദ്യത്തെ കൊമേഴ്ഷ്യൽ ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ലാംഗ്വേജ് ആണ് കൊബോൾ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ ഗ്രേസ് ഹോപ്പർ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് 39ാമത്തെ ചോദ്യം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് മെഷീൻ ലാംഗ്വേജ് ടു ഹ്യൂമൻ ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഹ്യൂമൻ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൻകോഡിംഗ് എന്ന് വിളിക്കുക. ഇനി നേരെ തിരിച്ചാണ് നമ്മുടെ ചോദ്യം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് മെഷീൻ ലാംഗ്വേജ് ടു ഹ്യൂമൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ഉള്ളിലുള്ള കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് തിരിച്ചു മാറ്റുന്നതിന് എന്താ വിളിക്കുക? ഡീകോഡിംഗ് എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പൊ ഹ്യൂമന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മെഷീന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിനെ എൻകോഡിംഗ് എന്നും, മെഷീന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ ഡീകോഡിംഗ് എന്നും വിളിക്കുന്നു. സെറ്റല്ലേ? 40ാമത്തെ ചോദ്യം. വാട്ട് ആർ ദി യൂണിറ്റ്സ് ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സ്പെസിഫൈഡ് ഇൻ HTML ടാഗിൽ നമ്മൾ ഇമേജും ടേബിളും ഒക്കെ സെറ്റ് ചെയ്യും അല്ലെ? അപ്പൊ അതിന്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യുന്നതിന്റെ ബേസിക് യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ആർ ദി യൂണിറ്റ്സ് ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സ്പെസിഫൈഡ് ഇൻ HTML ടാഗ്? HTML ടാഗിലെ ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? ഓരോ യൂണിറ്റും ഇത്ര നീളം ഇത്ര വീതി എന്നൊക്കെ പറഞ്ഞ് പിക്സലിലാണോ ബൈറ്റിലാണോ ബിറ്റിലാണോ ഇനി ഇതെല്ലാത്തിലും ചെയ്യോ? യെസ്, HTML-ലെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യുന്നത് പിക്സൽ സൈസിൽ അനുസരിച്ചാണ് എന്ന പോയിന്റ് പഠിച്ചോ കേട്ടോ. പിക്സലിന്റെ പൂർണ്ണരൂപം എന്താണ്? പിക്ചർ എലമെന്റ്. പിക്ചർ എലമെന്റ്. ഓക്കെ, ഇതാണ് ഒരു മോണിറ്ററിന്റെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് കേട്ടോ. ഒരു മോണിറ്ററിന്റെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അത് പിക്സൽ ആണെന്ന് പഠിച്ചു വെക്കാം. പിക്ചർ എലമെന്റ് ആണ് എന്ന് പഠിച്ചു കേട്ടോ. ഇനി പറഞ്ഞപ്പോഴാണ് ഒരു മോണിറ്ററിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് പിക്സൽ. ഈ മോണിറ്ററിന്റെ സൈസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? മോണിറ്ററിന്റെ സൈസ് മെഷർ ചെയ്യുന്നത് ഡയഗണൽ സ്പേസ് ആണ് കേട്ടോ. ഡയഗണൽ ആണ് മോണിറ്ററിന്റെ സ്പേസ് മെഷർ ചെയ്യുന്നത്, ഡയഗണൽ യൂണിറ്റിലാണ് എന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 40ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി? 40 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് കിട്ടി പറ? യെസ്, 40 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് കിട്ടി? യെസ്, കമന്റ് പ്ലീസ്. 30+. ഓക്കെ, 30 കട്ട് ഓഫ് കേട്ടോ. അടുത്തത് 50 പിടിക്കാം നമുക്ക് കേട്ടോ. ഫോർ ഈസിയർ ലേണിംഗ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇതിൽ ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്ക്, പ്രോഗ്രാമിംഗിന്റെ ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യെസ്, ബേസിക് ആണ് കേട്ടോ. ബേസിക് ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, 43. ഫോസ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? FOSS. എവിടെ? യെസ്, ഫ്രീ ഓർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ഫോസ് കേട്ടോ. ഫ്രീ ഓർ ഓപ്പൺ സോഴ്സ്, അതാണ് ഫോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 43. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. ഓപ്പൺ സോഴ്സ്, ലൈസൻസ്ഡ്, കൊമേഴ്സ്ഡ്, ഗ്യാരണ്ടീഡ്. ഏതാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ്? യെസ്, അത് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അടുത്ത് പിക്ക് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്. 44ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഒറാക്കിൾ, ഡോസ്, യുണിക്സ്, വിൻഡോസ്. ഏതാ? ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റിന്റെ. യുണിക്സ് എന്ന് പറയുന്നത് കെൻ തോംസണും ഡെന്നിസ് റിച്ചിയും കണ്ടുപിടിച്ച ഒരു എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും ബേസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ്. ആരാ കണ്ടുപിടിച്ചത്? കെൻ തോംസൺ ആൻഡ് ഡെന്നിസ് റിച്ച്. കേട്ടോ. യെസ്, ഡോസ്, യുണിക്സ്, വിൻഡോസ് OS ആണ്. ഒറാക്കിൾ എന്ന് പറയുന്നത് ഒരു
DBMS സോഫ്റ്റ്വെയർ ആണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അപ്പൊ അത് കൂട്ടത്തിൽ പെട്ടില്ല. അടുത്തത് ഓക്കെ, അടുത്തത് വിച്ച് വൺ ഈസ് ഫസ്റ്റ് ഫുള്ളി സപ്പോർട്ടഡ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം? PSC ചോദിച്ച ചോദ്യമാണ്. 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പിന്നെ വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് ഓഗസ്റ്റ് 30 പരീക്ഷയുള്ള ആളുകൾ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ റിവിഷൻ 13 ശേഷം കാര്യക്ഷമമായിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. 13 ശേഷം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റിവിഷൻ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇനിയുള്ള ഒരു 6 ദിവസം വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ടൈപ്പ് റൈറ്റർ, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ, ഈ പറയുന്ന നമ്മൾ എടുക്കാത്ത യൂണിക്കോഡ്, ഇംഗ്ലീഷ്, മലയാളം, GK ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ 17 ദിവസം നമ്മൾ അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കാം കേട്ടോ. ഏകദേശം ഒരു 80 മാർക്ക് നിങ്ങൾക്ക് തന്നെയുള്ള റിവിഷനാണ്. അത് മാത്രം എഴുതുന്നവരുണ്ടെങ്കിലും 80 മാർക്കോളം ഇവിടെയാണ് കിടക്കുന്നത്. ബാക്കി 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത്. അത് നമുക്ക് അടുത്ത 15 ദിവസം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, BBയുടെ ക്ലാസ്സുകൾ, കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഇതിന്റെ ഇടയിൽ നാളെ ഇപ്പൊ യൂണിക്കോഡ് എടുക്കാം, മറ്റന്നാളെ BBയുടെ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പിന്നെ BBയുടെ ക്ലാസ് ഒരു 3-4 ക്ലാസ് 20 തീയതിക്കുള്ളിൽ അതും നമുക്ക് കവർ ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫസ്റ്റ് ഫുള്ളി സപ്പോർട്ടഡ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിനക്സ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. സോഫ്റ്റ്വെയർ ദാറ്റ് വർക്ക്സ് വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു എനേബിൾ ഹാർഡ്വെയർ ഡിവൈസസ്. എക്സ്പ്ലനേഷൻ ഇല്ല, അത്രയും തവണ നമ്മൾ പറഞ്ഞതാണ്. ചില ഹാർഡ്വെയറുകളെ ഡിറ്റക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്താണ് ഇതിന്റെ ഡ്യൂട്ടി? സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിൽ കണക്ട് ചെയ്യുന്നു അല്ലെ. ഡിവൈസ് ഡ്രൈവേഴ്സ് കേട്ടോ. ഡിവൈസ് ഡ്രൈവേഴ്സ് എ പാർട്ട് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഡിവൈസ് ഡ്രൈവർ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ചില മൈക്കൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിന്റർ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ OS എടുക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈസ് ഡ്രൈവർ, ആ ഹാർഡ്വെയറിന്റെ ഡിവൈസ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ OSനെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. അതാണ് ഡിവൈസ് ഡ്രൈവർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അന്നത്തെ ക്ലാസ് സ്പീഡ് കൂടുതലാണെന്ന് ഒരിക്കലും പറയരുത്, കാരണം ഇതൊക്കെ ഞാൻ ഓരോരോ ക്ലാസ്സിൽ വിശദമായിട്ട് എടുത്തതാണ് കേട്ടോ. എ മെമ്മറി വിച്ച് ഈസ് അൾട്രാ വയലറ്റ് ഇറേസബിൾ ആൻഡ് ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ. അൾട്രാ വയലറ്റ് ഉപയോഗിച്ച് ഇറേസ് ചെയ്യാൻ സാധിക്കുകയും ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് പിന്നെ പ്രോഗ്രാം ചെയ്യാനും സാധിക്കുന്നത് ഇതിനകത്ത് ഏതാണ്? ഒരു ഓപ്ഷനും കൂടെ വേണമായിരുന്നു. ഇത് ഞാൻ മാറ്റിയിട്ട് ഈ പ്രോം എന്നാക്കട്ടെ. ഇനി മാറ്റിയിട്ട് കാര്യമില്ല സാർ. യെസ്, ഏതാണ് ആൻസർ? എ ആണ് ആൻസർ. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇറേസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? അൾട്രാ വയലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇറേസ് ചെയ്യാൻ സാധിക്കും. ഇനി പ്രൊമോ ഇലക്ട്രിക്കലി ഇറേസബിൾ കേട്ടോ. ഇലക്ട്രിക്കലി ഇറേസബിൾ ആണ് ഈ പ്രോം ഇറേസബിൾ വിത്ത് അൾട്രാ വയലറ്റ് കേട്ടോ. അപ്പൊ അതും നോട്ട് ചെയ്ത്. ഇനി വേർ ഇസ് റാം ലൊക്കേറ്റഡ്? റാം എവിടെയാണ് കാണപ്പെടുന്നത്? റാം എക്സ്പാൻഷൻ ബോർഡിലാണോ, എക്സ്റ്റേണൽ ഡ്രൈവിലാണോ, മദർ ബോർഡിലാണോ? ഓൾ ഓഫ് ദീസ്. എല്ലായിടത്തും ഉണ്ട് ആണോ? അല്ല, മദർ ബോർഡിലാണ് റാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ബേസിക് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റൻസി ടൈം ഓഫ് ഹാർഡ് ഡ്രൈവ് മീൻസ് ഡാഷ്. ഹാർഡ് ഡ്രൈവിന്റെ ലെറ്റൻസി ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ട്രാക്കിലേക്ക് എത്താനുള്ള സമയമാണ് സീക്ക് ടൈം. അതിൽ നിന്ന് പർട്ടിക്കുലർ സെക്ടറിലേക്ക് എത്താനുള്ള സമയമാണ് എന്ത്? ലെറ്റൻസി ടൈം. എവിടെ? ടൈം ടു റീച്ച് എ പർട്ടിക്കുലർ സെക്ടർ. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 50ാമത്തെ ചോദ്യം. യെസ്, CD-ROM വാസ് പ്രിപ്പയർഡ് ആൻഡ് മെയ്ഡ് ബൈ ജെയിംസ് കോസ്ലിംഗ് ആണ്, അലുമിനിയം ആണ്, പിറ്റ് ആൻഡ് ആൻഡ് ആണ്, റെഡ് ലേസർ ആണ്, യെസ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ്, സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഇങ്ങനെ 6-7 പോയിന്റ് നമ്മൾ പഠിച്ചു. യെസ്, എന്നാണ് അത് കണ്ടുപിടിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. 1985-ലാണ് കേട്ടോ. 1985-ലാണ് CD-ROM ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. എല്ലാരും എന്താ 80 പറയുന്നേ? 80 അല്ലല്ലോ. CD-ROM ഇൻവെന്റഡ് ഇയർ 82, 84 ഒഫീഷ്യൽ റിലീസ് ആയിരിക്കണം. PSCയുടെ ആൻസർ ആണ് 85 കേട്ടോ. 84 കാലഘട്ടത്തിലൊക്കെയാണ് വന്നത്. 84, 85 അതൊരു ചോദ്യമായിട്ടില്ല. ആ ചോദ്യത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു ചോദ്യം ചോദിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് വേണ്ട കേട്ടോ. 84, 85 ഈ വർഷമൊക്കെ കമ്പ്യൂട്ടറിന്റെ കേസിൽ നല്ല ചോദ്യം. വാട്ട് ഈസ് നിബിൾ? 2 bits, 3 bits, 4 bits, 7 bits. 8 കൂടെ വേണമായിരുന്നു അല്ലെ. എന്താണ് നിബിൾ?
യെസ്, 4 ബിറ്റിന്റെ കോമ്പിനേഷനെയാണ് നിബിൾ എന്ന് വിളിക്കുക. അപ്പൊ 2 നിബിൾ എന്തായിരിക്കും? 2 നിബിൾ ഈസ് ഈക്വൽ ടു 1 ബൈറ്റ് 2 ബൈറ്റ്. എന്തായിരിക്കും ആൻസർ? 2 നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 4 ബിറ്റ് അല്ലെ, ദാറ്റ് ഈസ് 8 ബിറ്റ്. 8 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈറ്റ് കേട്ടോ. അതിന്റെ കണക്കുകൂട്ടലുകൾ, കോമ്പിനേഷൻസ് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്തരം ഏതു പരീക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈം, സൈബർ ലോ, ടോട്ടൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 7510116655 ജസ്റ്റ് 99. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സിലായിരിക്കും, ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ LDC-കാരും ടൈപ്പിസ്റ്റുകാരും ഒക്കെ ഈ ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവാം. നിങ്ങളുടെ പരീക്ഷകൾ വളരെ എളുപ്പമുള്ളതാവട്ടെ. അപ്പോൾ ടൈപ്പിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വേർഡിന്റെ റാപ്പിഡ് ഫയർ റിവിഷൻ നമ്മൾ ചെയ്തു, എക്സലിന്റെ റാപ്പിഡ് ഫയർ റിവിഷൻ നമ്മൾ ചെയ്തു, കമ്പ്യൂട്ടർ ഫണ്ടമെന്റലിന്റെ റാപ്പിഡ് ഫയർ റിവിഷൻ നമ്മൾ ചെയ്തു.